അപ്പോ ആക്ട്രസ് ഐശ്വര്യ ചന്ദ്രൻ അതന്നെയല്ലേ പേര്, ഐശ്വര്യ ചന്ദ്രനും വി ഡി സതീഷിനും കൂടി ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഐശ്വര്യ നൈസായിട്ട് അങ്ങ് എയറിൽ പോയത് ആര് കാരണമാണ്, എന്തുകൊണ്ടാണ്, ഈ വക ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും ഇത് ഏത് രീതിയിലുള്ള ഒരു കമന്റ്സ് ആയിരിക്കും നമുക്ക് വരാൻ പോണെന്ന് പോലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മുടെ തമ്മിൽ ഷോയില് ഈ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞൊരു വിഷയത്തിൽ ഞാൻ സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൻ്റെ അത് പറയാം. ബിക്കോസ് ഞാൻ കുറച്ച് പേരെ വീഡിയോസ് കണ്ടു. ആ വീഡിയോസ് കണ്ട സമയത്ത് കൊള്ളാം ലേറ്റും പോയോടെ അല്ല ഐശ്വര്യം. കുറച്ചുപേരെ വീഡിയോസ് കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നി ഓക്കെ ഇതല്ല എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് ഒന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് കോൺട്രവേഴ്സി ആയ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയ ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മുടെ ഐശ്വര്യ ചന്ദ്രൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് കുറച്ച് ഡീപ്പ് നെക്കാണ്, ക്ലീവേജ് കുറച്ചും കൂടി വിസിബിൾ ആണ്. അങ്ങനത്തെ ഒരു, അതായത് ഈ ഒരു ഇവന്റിന് പറ്റിയതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു ഹെർ, പുള്ളിക്കാരിയുടെ സ്വാതന്ത്ര്യമാണ് എന്ത് ഡ്രസ്സ് ഇടണം എന്ത് ഇടണ്ട എന്നുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സിറ്റുവേഷൻ എന്നുള്ള ഒരു സംഭവം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സിറ്റുവേഷനിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ഡ്രസ്സ് ഇടാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. അതായത് എന്തും ഇടാം എന്നുള്ള ഒരു എന്താ പറയാ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടെങ്കിലും അത് എപ്പോഴും അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരവസ്ഥകൾ ഉണ്ട്. അതിനെ നമ്മൾ മാനിക്കണം. ആ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ വേണം ഡ്രസ്സ് ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അഫ്കോഴ്സ് ഈ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് പറയേണ്ട ആ പെൺകുട്ടീനെ നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ വലിയ ക്രൈമോ കുറ്റമൊന്നും ചെയ്തിട്ട് വന്നേക്കൊന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നെ, ഇത് നമ്മളായിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് നീ എന്ത് തോന്നിയാസാണ് കാണിക്കണേടി, നീ മറ്റവളാടി മറിച്ചവളാടി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. അതിന്റെ ആവശ്യമില്ല, അതിനുള്ള റൈറ്റ്സ് നമുക്ക് ആർക്കുമില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെയൊക്കെ തുടക്കം തസ്നീഖാൻ ഇട്ട ഒരു കമന്റ് ആണ് ഈ ഒരു വീഡിയോയുടെ. ഇതിന്റെയൊക്കെ പല വീഡിയോയുടെ കമന്റ് ബോക്സ് ഇപ്പോൾ ഓഫ് ആണ്. അവർ വീഡിയോസ് ഒന്നും ആരും റിമൂവ് ചെയ്തിട്ടില്ല, പക്ഷെ പലതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ്. ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പോലും ഇതിന്റെ കമന്റ് ബോക്സ് ഓഫ് ആയിരുന്നു. ഓക്കെ, സോ ഇത് ഓൾമോസ്റ്റ് എല്ലാ മീഡിയയിലും, മെയിൻ സ്ട്രീം മീഡിയയിലും ഈ ഒരു ന്യൂസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ മനോരമ ഓൺലൈനിൽ കണ്ടതാണ്. മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ മാന്യമായി വസ്ത്രം ധരിക്കണം, പുതുമുഖ നടി ഐശ്വര്യക്കെതിരെ തസ്നീഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു എന്താ പറയാ ഒരു സൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ. ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലായാലും നടിമാരുടെ ഒരു ഫീമെയിൽ ആക്ട്രസിന്റെ ഒരു ഇതിൽ അത്യാവശ്യം സൗണ്ട് ഉള്ള ഒരാൾ തന്നെ. കാരണം കുറച്ചധികം വർഷങ്ങളായിട്ട് ഫീൽഡിലുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാവരായിട്ടും നല്ല കണക്റ്റഡ് ആണ്. അവരെന്തെങ്കിലും അവരുടെ പ്രൊഫൈലിലോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം റീച്ച് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് അവരുടെ പ്രൊഫൈലിൽ അവരൊന്നും ഇടുക, ഞാൻ ഇന്ന് അവരുടെ പ്രൊഫൈലിൽ കയറി ഇതിനെ കുറിച്ചുള്ള ഒന്നും അവർ പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും അവരുടെ പ്രൊഫൈലിൽ ഞാൻ കണ്ടില്ല. പക്ഷെ ഈ ഒരു കമന്റ് അത് നല്ല രീതിയിൽ കയറി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കോമന്റ് അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്കും വന്നിട്ടുണ്ട്, നല്ല കുറെ കമന്റ്സും വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഇപ്പൊ എന്തിന്റെ പേരിലാണ് പല മീഡിയസിലും ഈ സാധനം കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുണ്ട്. അത്രയും രൂക്ഷമായിട്ടുള്ള തെറിവിളി ആ പെൺകുട്ടിക്ക് വരുന്നുണ്ടാവാം, സ്വാഭാവികം. അത് തസ്നീഖാനും ചിലപ്പോൾ ആ കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം. അവര് അങ്ങനെ ഒരു കമന്റ് ഇട്ട് പോയി. ആ കമന്റ് ഇപ്പൊ നമ്മളെല്ലാരും തൂക്കി, എല്ലാരും എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു പോയി, ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് കമന്റിലേക്കൊക്കെ വരാം. ഇനി ന്യൂസ് കേരളത്തിൽ വന്ന ഒരു ന്യൂസും കൂടി കാണാം. പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്ന് നടി തസ്നീഖാൻ. പുതുമുഖ നടി ഐശ്വര്യ ചന്ദ്രനെതിരെയാണ് തസ്നീഖാന്റെ വിമർശനം. മുഖ്യമന്ത്രി വി ഡി സതീശിനൊപ്പം ഫോട്ടോ എടുക്കുന്ന വീഡിയോയിലാണ് തസ്നീഖാൻ തന്റെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിയത്. ഐശ്വര്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ടാണ് തസ്നീഖാന്റെ കമന്റ്. ഒരു പ്രധാനപ്പെട്ട സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരണമെന്നാണ് അവർ പറയുന്നത്. ഈ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വരുന്ന ചടങ്ങിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരിക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യത കൂടിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ തസ്നീഖാന്റെ താഴെ ലൈക്കുകളും കമന്റുകളും മറ്റും എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലാണ് നടി ഐശ്വര്യ ചന്ദ്രൻ മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തത്. ഏതായാലും ജോർജ് ജോർജിന്റെ പുതിയ സിനിമയിലെ നായികയാണ് ഐശ്വര്യ. അപ്പൊ അതാണ് അവസ്ഥ. ഓക്കെ,
ജോർജ് ജോർജിന്റെ പുതിയൊരു പടത്തിലെ നടിയാണ്. ആ പടത്തിന് ഇപ്പൊ ഇതുകൊണ്ട് നല്ല ഹൈപ്പ് കിട്ടി. ആഹ് പടത്തിന് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ എല്ലാവരും കൂടി ചെയ്തു കൊടുത്ത്. തസ്നികാനും നൈസായിട്ട് ഇട്ട കമന്റ് അവസാനം ആ പടത്തിന്റെ പ്രൊമോഷനിലൊക്കെ പോയേക്കണ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടീനെ അഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം ഈ പടത്തിലെ നടിയാണ്, ഈ പടത്തിലെ പുതിയ നടിയാണ് എന്നുള്ള സാധനം അതിന്റെ അകത്ത് കയറി പോകുന്നുണ്ട്. ആ പടത്തിന് എന്തായാലും ഇത് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട്, നല്ല കാര്യം. എനിവേ, ഈ ഒരു തസ്നികാന്റെ കമന്റിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു ഡ്രസ്സിങ്, ആ പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങിന്റെ പുള്ളിക്കാരി മാത്രമുള്ള ഒരു വീഡിയോ കുറച്ചുകൂടി ക്ലിയർ വേർഷൻ ഞാനൊന്ന് വെക്കുന്നുണ്ട്. സി ഞാനൊരു കാര്യം പറയട്ടെ. ചില നടിമാർ ഇതുപോലെ പൊതുപരിപാടികളിൽ, ചില ആക്ട്രസ്, ആരുടെ പേരൊന്നും പറയുന്നില്ല, ഒരു പൊതുപരിപാടികളിലും മറ്റുമൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ ഇതിനേലും മോശമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വന്നവരുണ്ട്. ശരിയല്ലേ? അതായത് ഇതില് ആഫ്റ്റർ ഓൾ ക്ലീവേജ് കുറച്ച് വിസിബിൾ ആണ്, ഡീപ്പ് നെക്ക് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ സ്ലീവ്ലെസ് ആണ്, ഓഫ് കോഴ്സ്, അത് ഇപ്പൊ കോമൺ ആണ്. ഇങ്ങനത്തെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാവരും കാണുന്നുണ്ടാവില്ല. നമ്മളൊക്കെ സ്ഥിരം ശനിയാഴ്ച, സാറ്റർഡേ, സൺഡേ ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഇവന്റ്സോ പ്രോഗ്രാമോ ഒക്കെ ആയിട്ട് ഇവിടുത്തെ ഓൾമോസ്റ്റ് പല ഹോട്ടലിലൊക്കെ ആയിട്ട് ഞാൻ സ്ഥിരം ഉണ്ടാവാറില്ല. ഇപ്പൊ ഈ കുറച്ചധികം നാളുകളായിട്ട് വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഈ കൈൻഡ് ഓഫ് ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ കണ്ട് ശീലമുള്ളവർക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ അയ്യേ എന്ന് തോന്നൂല. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് തോന്നാത്തത്. എന്നിരുന്നാൽ തന്നെയാലും ഈ ഒരു ഡ്രസ്സിങ് ഇതാണ്, ഇതിൽ വേറെ മോശമായിട്ടുള്ള ഇതൊന്നുമില്ല. ആ നെക്കിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഖ്യമന്ത്രി വരുന്ന ഒരു പരിപാടി, അവിടെ മറ്റാരും ഇതേപോലത്തെ ഒരു എക്സ്പോസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇങ്ങനത്തെ ഒരു ഇവന്റിന് വരാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനമാണ്. അവിടെ ഇനി മൊത്തം പോയിച്ചൂടി വരേണ്ട കാര്യമില്ല. അവർ ആ രീതിക്ക് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ബിക്കോസ് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഇടുന്നതാണ്, അങ്ങനത്തെ കോണ്ടന്റ്സ് ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ അക്കൗണ്ടിലുണ്ട്. സോ അവർ ആ രീതിക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ചിന്തിച്ചിട്ട് അവർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. അവർ ഈ പറഞ്ഞ പോലെ ഇത്രയും കുലങ്കക്ഷമായെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ തസ്നിക പറഞ്ഞ പോലെ. എനിവേ, മുഖ്യമന്ത്രിയൊക്കെ വരുന്ന ആ ഒരു സദസ്സിൽ അവിടെ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വന്നു എന്ന് തസ്നികാന്റെ ഒരു കമന്റിലാണ് പിന്നെ അത് വിഷയമായത്. ഈ കമന്റ് ഇട്ടില്ലാതെ ചിലപ്പോൾ ആരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു. ഓക്കെ, ഇത് മറ്റൊരു കാര്യം. ഇനി മുഖ്യമന്ത്രിക്കോ മറ്റാർക്കോ ഇതിനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെന്നോ പ്രശ്നമുണ്ടെന്നോ ആരും പറഞ്ഞിട്ടില്ല. ഈ ഒരു തസ്നിക എന്ന് പറഞ്ഞാൽ, എനിക്കടക്കം ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ്. പുള്ളിക്കാരി ഒരു കമന്റിൽ നിന്ന് ഇതിന്റെ ഒരു ടോട്ടൽ പിക്ചർ ഈ ഒരു ലേഡിക്ക് അല്ലെങ്കിൽ ഈ ആക്ട്രസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മോശമുള്ള കാര്യം തന്നെയാണ്. എൻഡ് ഓഫ് ദ ഡേ അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പാലിക്കേണ്ട തസ്നികാന്റെ സൈഡിൽ നിന്ന് വന്ന കമന്റ് ചെയ്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പുള്ളിക്കാരിക്ക് ഇതിൽ പ്രൊവോക്ക് ആയത് സിറ്റുവേഷൻ അനുസരിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം എന്നുള്ള ഒരു പരാമർശമൊക്കെ അതിൽ വരുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് തന്നെയല്ല, ആർക്കും എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ചില സിറ്റുവേഷനിൽ, ചില സമയങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, നേരത്തെ പറഞ്ഞ വാല്യൂസ് ഉണ്ട്. ഇപ്പൊ ഇതുപോലത്തെ ഒരു പരിപാടിയിലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന് നിയമോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ അവരുടെ അനിഷ്ടമാണ്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ സ്വയം ചിന്തിക്കണം, ഓക്കെ ഇങ്ങനെ ഈ ഒരു പരിപാടിയാണ് ഇങ്ങനെയാണ്, അവിടെ കുറച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു ചിന്ത വേണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അത് അവർക്കത് പോയില്ല, അത്ര എന്ത് ചെയ്യാൻ പറ്റും. ഇനി അവർ അതിന്റെ പേരിൽ കിടന്ന് തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം, നെവർ മൈൻഡ് എന്നായിരിക്കുള്ളൂ. ഇനി തസ്നികാൻ ഇട്ട കമന്റ് ഇതാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ, ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ചു വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു, ചീത്ത കാര്യമായിരുന്നു എന്നുള്ളതൊന്നും ഡിസൈഡ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. തസ്നികാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ വന്നം, അല്ലെങ്കിൽ ഇന്ന മാന്യത കാണിക്കണം എന്നൊക്കെ പറയാനുള്ള ഒരു അവകാശം ആർക്കും ഇല്ല. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ നിയമപരമായിട്ട് തെറ്റില്ല, അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടല്ല നിങ്ങൾ വസ്ത്രധാരണം എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെയും അത്രയും പോലീസുകാരും മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ഉൾപ്പെടെ ഉണ്ട്, ഒരുപാട് VIP ഒക്കെ ഉണ്ട്. ആ ഉള്ള സ്ഥലത്ത് അവരെ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് അവിടെ ഒരാളും ഇതിനെക്കുറിച്ച് കുറ്റവും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇതിനെക്കുറിച്ച് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. തസ്നിക വന്നിങ്ങനെ ഒരു കമന്റ് ഇട്ടു, മൊത്തം കഥയെ മാറി, സിറ്റുവേഷൻ ഇങ്ങനെ ആയി. എന്ത് ചെയ്യാൻ പറ്റും? എൻഡ് ഓഫ് ദ ഡേ അവരുടെ സ്വാതന്ത്ര്യമാണത്. ബട്ട് ലൈക്ക് അഗെയിൻ, ഇതിപ്പോ എന്നെ കടന്ന് കയറി പറയാൻ വരണ്ട. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ, ചില സമയത്ത് സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ആ സിറ്റുവേഷൻ നോക്കിയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് ഓക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പോസിങ് അല്ലാത്തൊരു നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ അവരങ്ങനെ കുറച്ചും കൂടി ചേഞ്ച് ഉള്ള ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പോസിങ് അല്ലാത്ത, എക്സ്പോസിങ് എന്നൊന്നും ഇന്നത്തെ കാലത്ത് ഇതിനെ പറയാൻ പറ്റത്തില്ലടോ. കാര്യം ഞാൻ എന്താ പറയാ ഇതിനകത്ത്, ഐ മീൻ കുറച്ചും കൂടി ഇവിടെയൊക്കെ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ മതിയായിരുന്നു എന്നാണ് തസ്നികാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്.
മുഖ്യമന്ത്രിയൊക്കെ വരുന്ന ഒരു സദസ്സാണ്. കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അവിടെ. അപ്പൊ അവരുടെയൊക്കെ കണ്ണിലൊരു കുരു പൊട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്നാൽ നന്നായിരിക്കും. ഡ്രസ്സിന്റെ കാര്യം അവിടെ തീർന്നു, അത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു വേർഷനും ഞാൻ പറഞ്ഞു. എല്ലാവരും അവരവരുടെ ഇഷ്ടമാണ് എന്ത് ഇടണം എന്ത് ഇടണ്ട എന്നുള്ളതൊക്കെ. പക്ഷെ എന്നാലും ഒന്ന് സൂക്ഷിക്കുക എന്നേ ഉള്ളൂ. അതിപ്പോ ഇന്നത്തെ ജനറേഷൻ കുട്ടികളായാലും ഏത് ജനറേഷൻ ആയാലും ദാറ്റ്സ് ഇറ്റ്.